Do you ever start speaking English confidently and suddenly pause because you don't know whether to say he go or he goes? Or maybe you write emails like people is or my friends has and later feel embarrassed. Today I'll fix all of that permanently. In this video, I'm breaking down subject verb agreement in the simplest way with its rules, exceptions, and hidden traps that even advanced learners fail. And yes, I will explain why singular verbs take S but singular nouns don't. So stay till the end because once you understand these rules, your speaking and writing will instantly sound more professional. Think of subject and verb as a pair of shoes. They must match. That is, left shoe, റൈറ്റ് ഷൂ മാച്ച് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, രണ്ട് കാലിൽ രണ്ട് ഷൂ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഫണ്ണി ആയിട്ടിരിക്കും അല്ലേ. സോ സെയിം ആണ്, ഒരു സെൻറ്റൻസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. ഇത് മാച്ച് ആയിട്ടില്ലെങ്കിൽ എന്താണ്, സെൻറ്റൻസിൽ പ്രശ്നം ഉണ്ടാകും. സെൻറ്റൻസ് ലൈക്ക് എന്താണ്, ഇറ്റ് വർക്ക്സ് ഫണ്ണി. സോ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ സബ്ജക്റ്റും വേർബും എഗ്രിമെന്റ് ഓക്കെ ആണോ എന്ന് നോക്കണം. എന്തുകൊണ്ടായിരിക്കാം ഈ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എസും ഇഎസും ഒക്കെ വേർബിലേക്ക് വരുമ്പോൾ ആഡ് ചെയ്യുന്നത്? അതായത് ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, നമ്മൾ നല്ല അടിപൊളി ഒരു സാരിയൊക്കെ ഉടുത്ത് ഇനി അതിൻ്റെ കൂടെ ഒരുപാട് വളകളും ഒരുപാട് മാലയും പിന്നെ വലിയ കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുമോ? ഇല്ല, നമ്മൾ എപ്പോഴും എന്താണ്, നമ്മുടെ ഔട്ട്ഫിറ്റ് ഒന്ന് ടോട്ടലി ഒന്ന് മാച്ച് ആകുന്ന രീതിക്കായിരിക്കും അല്ലേ പോകുന്നത്. നമ്മളൊരു സാരി ഉടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ്, നമ്മൾ നെക്ലേസ് ഇടിയില്ല, അതിന് പകരം എന്താണ്, നമ്മൾ ലോങ് ഇയറിംഗ് ഒക്കെ ഇട്ട് പെയർ ചെയ്യും. സോ ഓരോ കൈൻഡ് ഓഫ് ഡ്രസ്സിനും ഓരോ കൈൻഡ് ഓഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, എന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ആയി പോകുള്ളൂ. സെയിം ആണ് ഇവിടെയും. ഇപ്പൊ ഡോഗ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആണ്, അതിൻ്റെ കൂടെ എസോ ഇഎസോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒബിയസ്ലി എന്ത് ചെയ്യണം, വേർബിലേക്ക് വന്നു കഴിയുമ്പം എസും ഇഎസും നമ്മൾ ആഡ് ചെയ്യണം, എന്നാലേ ഇതെന്താകുള്ളൂ, ബാലൻസ് ആയി പോകുള്ളൂ. സോ സിംഗുലർ നൗൺ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിംഗുലർ വേർബ് കൊടുക്കണം. അപ്പോൾ വേർബിൻ്റെ കൂടെ എസും കൂടെ ആഡ് ചെയ്താലേ എന്താകുള്ളൂ, അത് ബാലൻസ്ഡ് ആയിട്ട് പോകുള്ളൂ. സെയിം ഇൻ ദ കേസ് ഓഫ് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ ഡോഗ്സ് ആണ്, ഓൾറെഡി ഇവിടെ എസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇനി വരുന്ന വേർബിന് എസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതാണ് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബും കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സബ്ജക്ട് വേർബ് എഗ്രിമെന്റിലെ റൂൾ. ഇനി അടുത്തതാണ് ആൻഡ് വന്നു കഴിയുമ്പം എങ്ങനെയായിരിക്കും. ഇപ്പം രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവരൊരു പെയർ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, വേർബിനെ നമ്മൾ പ്ലൂറൽ ആക്കി വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഇപ്പൊ നോക്കിക്കേ, ടോം ആൻഡ് ജെറി, രണ്ടുപേരുണ്ട്, ടോമും ജെറിയും ഉണ്ട്. ഇവരെ നമ്മൾ ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇവരൊരു പെയറാണ്, സോ പ്ലൂറൽ ആണ്. ആ കേസുകളിൽ നമ്മൾ ആറ് വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? സോ ടോം ആൻഡ് ജെറി ആർ റണ്ണിങ്. ഇനി ചില കേസുകളുണ്ട് ഒരു കോംബോ പോലെ പോകുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷ് ആൻഡ് ചിപ്സ്, ബ്രെഡ് ആൻഡ് ബട്ടർ, ഇതെല്ലാം എന്താണ്, കോംബോ പോലെ പോകുന്നതാണ്. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സിംഗുലർ വേണം കൊടുക്കാനായിട്ട്, സിംഗുലർ വേർബ് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകാം കേട്ടോ. ഇനി അടുത്തതാണ് ഓർ അല്ലെങ്കിൽ നോർ വെച്ച് വരുമ്പോഴത്തേനും. ഇപ്പം ഐദർ ഓർ, നൈദർ നോർ, ഇങ്ങനെയൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വേർബ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആ വേർബിന് തൊട്ടടുത്ത് ആരാണോ നിൽക്കുന്നത് അയാളുടെ ഫോം എന്താണോ അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. ഇപ്പം നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണ്, ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തൊട്ട് മുമ്പ് ആരാണോ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അല്ലേ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലാതെ പുറകെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചായിരിക്കും. സോ ഇവിടെയും അതേപോലെ ഓർത്താൽ മതി, നമ്മുടെ വേർബിന് തൊട്ട് മുമ്പ് ആരാണോ നിൽക്കുന്നത്, ഏത് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആണോ നിൽക്കുന്നത് അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, വേർബിന്റെ ഫോമിനെ കൊടുക്കാനായിട്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ, ഐദർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ആർ റെഡി. അപ്പോൾ ടീച്ചർ ഓർ സ്റ്റുഡൻസ് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലറും സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറലുമാണ്. സോ നമ്മൾ കൊടുക്കേണ്ട വേർബിന്റെ ഫോം എന്താണ്, അത് പ്ലൂറൽ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഉറപ്പില്ലാതെ വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീന്തൽ അറിയില്ലാത്ത ഒരാൾ വെള്ളത്തിൽ വീണ് കഴിയുമ്പോഴത്തേനും ഒബ്വിയസ്ലി അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും, ആരെങ്കിലും സഹായിക്കൂ എന്നുള്ളതായിരിക്കും അല്ലേ. ഹെൽപ്പ് സംബഡി, പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത്. ഓക്കെ, അല്ലാതെ എൻ്റെ പപ്പ തന്നെ വന്നാലും ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കയറി വരുള്ളൂ നമ്മൾ പറയുമോ?
ഒരിക്കലും പറയില്ല. സോ ഇതാണ് ഇങ്ങനെ വരുന്ന ഉറപ്പില്ലാതെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ, അപ്പം അതിൽ വരുന്ന എന്തൊക്കെയായി, സം വൺ, സംബഡി, പിന്നെന്താണ് എവ്രി വൺ, ഈച്ച്, ഈ കാര്യങ്ങളെല്ലാം എന്താണ് ഇൻഡെഫിനിറ്റ് പ്രോനൗണിൽ വരുന്നതാണ്. സാധാരണഗതിയിൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം എവ്രി വൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താണ് എല്ലാവരും എന്നുള്ളതാണല്ലോ, പക്ഷെ അവരെ നമ്മൾ കളക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ് സിംഗുലർ ആയിട്ടാണ് അവർ വരുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന വേർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അതാണ് സം വൺ ഹാസ് മൈ വാലറ്റ്, ആരുടെയോ കയ്യിൽ എൻ്റെ വാലറ്റ് ഉണ്ട്, ആരാണെന്ന് നമുക്ക് ഉറപ്പില്ല. സംബഡി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ ഡോർ, കതകിന് പുറകിൽ ആരോ നിൽപ്പുണ്ട്, അവിടെ ആരോ ഒരാളുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. സോ ഇങ്ങനെ വരുന്ന കേസുകളിലെല്ലാം എന്ത് കൊടുക്കണം, സിംഗുലർ വേർബ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി അടുത്തതാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് എന്താ, ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ കളക്റ്റീവ് എന്ന് എടുക്കുന്നത് അല്ലേ. സോ കളക്റ്റീവ് നൗൺസിൽ ആരൊക്കെ വരും, ഇപ്പൊ ടീം, ഫാമിലി, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നതാ, കളക്റ്റീവ് നൗൺസിൽ വരുന്നതാ. സോ ഇങ്ങനത്തെ കേസുകളിലും നമ്മൾ എന്ത് ചെയ്യണം, സാധാരണഗതിയിൽ സിംഗുലർ ആണ് കൊടുക്കുന്നത്. അവിടെയും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കിയത് ടീം ഈസ് വിന്നിങ്, ടീം ജയിക്കുകയാണ്. അവിടെ ടീമിന് എന്താണ്, ഒരു കളക്റ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒറ്റ ഒരു ഗ്രൂപ്പ് എന്ന രീതിക്കാണ് ഇവരെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ് നമ്മൾ കൊടുത്തത്. ഇനി ഈ ടീമിനുള്ളിൽ തന്നെ പല മെമ്പേഴ്സ് ഉണ്ടാവും അല്ലേ, ഒരു 10-11 ആൾക്കാരൊക്കെ ഉണ്ടാകും, അല്ലെ 3-4 ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇനി ഇവർ തമ്മിൽ അടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്, ദ ടീം ആർ ഫൈറ്റിംഗ്. സോ ടീം ആർ ഫൈറ്റിംഗ്, നമ്മൾ പ്ലൂറൽ കൊടുക്കേണ്ട കേസ് എന്താണ്, ആ ടീമിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കളക്റ്റീവ് നൗൺസിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആറ് കൊടുക്കുക. അല്ലാതെ വരുന്ന കേസുകളിലെല്ലാം ഇസ് വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? അടുത്തത് അൺകൗണ്ടബിൾ നൗൺസ്, അതായത് നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റില്ലാത്ത രീതിയിലുള്ള നൗൺസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസ്, ഇൻഫർമേഷൻ, അഡ്വൈസ്, ലഗേജ്, ഇതൊക്കെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ വരുന്ന കേസുകളെല്ലാം എന്ത് യൂസ് ചെയ്യണം, സിംഗുലർ വേർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. ദ ഇൻഫർമേഷൻ ഈസ് യൂസ്ഫുൾ, ഫർണിച്ചർ വാസ് ഡാമേജ്ഡ്, അവിടെ നമ്മൾ ഫർണിച്ചർ വേറെ ഒന്നും കൊടുക്കരുത്. ക്ലിയർ അല്ലേ? അതേപോലെ ടൈറ്റിൽസ്, നെയിംസ്, സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി, ഇങ്ങനെ വരുന്ന കേസുകളെല്ലാം എന്ത് കൊടുക്കണം, സിംഗുലർ വേർബ് വേണം കൊടുക്കാൻ. ഇപ്പൊ അവെഞ്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇതൊക്കെ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലൂറൽ ആണല്ലേ, പക്ഷെ ഇതെന്താണ്, ഒരു വർക്കിന്റെ പേരായിട്ട് വരുമ്പോഴത്തേനും ഒരു ടൈറ്റിൽ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, സിംഗുലർ ആയിട്ട് വേണം അതിനെ കൺസിഡർ ചെയ്ത് വേർബ് കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ നോക്കി, അവെഞ്ചേഴ്സ് ഈസ് മൈ ഫേവറേറ്റ് മൂവി. ഇപ്പം ഇസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അവെഞ്ചേഴ്സ് എസ് കാണുമ്പോൾ ഒബിയസ്ലി നമുക്ക് എന്താണ്, കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും, പക്ഷെ നമ്മൾ കൊടുക്കരുത്. കാരണം ഇതെന്താണ്, ഒരു മൂവിയുടെ പേരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എസ് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഒരു ഷോയുടെ പേരാണല്ലോ, ഒരു സിറ്റ്കോമിന്റെ പേരാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഇസ് കൊടുത്തു. ഫ്രണ്ട്സ് ഈസ് എ പോപ്പുലർ ഷോ. ക്ലിയർ അല്ലേ? സോ ടൈറ്റിൽ വരുമ്പോൾ അതിന്റെ പേര്, സബ്ജക്ട്സിന്റെ പേര്, ഇപ്പൊ മാത്തമാറ്റിക്സ് എസ് വരുന്നുണ്ട്, അപ്പോൾ അത് പ്ലൂറൽ ആണെന്ന് എടുക്കരുത്, സിംഗുലർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അതേപോലെ പ്ലൂറൽ ഉള്ളി നൗൺസ് വരും. ഇപ്പം സിസേഴ്സ്, പാൻസ്, ഇതെല്ലാം എന്താ വരുന്നത്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് അല്ലെ. ഇപ്പൊ സിസേഴ്സ് നോക്കുമ്പോൾ എന്താണ്, ദേ ഹാവ് 2 blades, പാൻസ് ഹാവ് 2 legs. അപ്പൊ ഇങ്ങനെ വരുന്ന ട്വിൻ ബേബീസിനൊക്കെ നമ്മൾ എന്താണ്, അവർ ഓൾവേസ് പെയർഡ് ആണ്. സോ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ സിസറിങ് എടുക്ക് എന്നല്ല നമ്മൾ പറയേണ്ടത്, ആ സിസേഴ്സ് എടുക്ക്, ആ പാൻസ് ഇട് എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, മൈ പാൻസ് ആർ ദേർ, ദി സിസേഴ്സ് ആർ അണ്ടർ ദി ടീപ്പോ എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി ചില കേസുകളിൽ എ പെയർ ഓഫ് സിസേഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെന്താ, കൊടുക്കണോ, വേണ്ട, ഇസ് കൊടുത്താൽ മതി. എ പെയർ ഓഫ് സിസേഴ്സ് ഈസ് അണ്ടർ ദി ടീപ്പോ എന്ന് കൊടുത്താൽ മതിയാകും. ചില സെന്റൻസുകൾ എടുത്ത് നോക്കുമ്പോൾ ദേർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണും. അപ്പൊ നമ്മൾ എന്താ, ദേർ ഇസ് ആണോ ദേർ ആരാണോ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരും. സോ ഇങ്ങനെ വരുന്ന ദേർ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സെന്റൻസുകളിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, വേർബ് എഗ്രീസ് വിത്ത് റിയൽ സബ്ജക്ട്, റിയൽ സബ്ജക്റ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേർബ് എഗ്രി ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ദേർ ഈസ് എ പ്രോബ്ലം, പ്രോബ്ലം ഒറ്റ ഒരെണ്ണേ ഉള്ളൂ അല്ലേ, എ പ്രോബ്ലം എന്നാണ് വന്നിരിക്കുന്നത്. സോ വി ഗേവ് ഇസ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി,
ഇസ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നോക്കിയാൽ മെനി പ്രോബ്ലംസ് ആണ് വന്നിരിക്കുന്നത്, ഒന്നിലധികം വരുന്നുണ്ട്. സോ 6 നമ്മൾ കൊടുത്തു. സോ ദെയർ നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെയിൻ സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇസാണോ ആറാണോ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, ഇനി അടുത്തത് ടൈം, ഡിസ്റ്റൻസ്, മണി ഇങ്ങനെ വരുന്ന കേസുകളിലെല്ലാം അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സിംഗുലർ വേർബ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, 10 years is a long time. 10 years എന്ന് പറയുന്നത് 10 വർഷമാണ് അല്ലേ. സോ അത് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇസ് കൊടുത്താൽ മതിയാകും. $100 is not enough. ഈ $100 എന്ന് പറയുന്നത് ഇനഫ് അല്ല എന്ന് കാണിക്കാൻ. സോ നമ്മൾ അവിടെ ഇസ് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ, 6ലേക്ക് പോകരുത്. ഡോളേഴ്സ് ആണല്ലോ, സോ പ്ലൂറൽ ആണ് എന്ന് കരുതി അങ്ങനെ പോകരുത്. ഇതെല്ലാം നമ്മൾ എന്താണ്, സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ സിംഗുലർ വേർബ് കൊടുത്താൽ മതിയാകും. Alright, if you're still here, that means you're serious about upgrading your English. You didn't just watch a video today, you invested in your future fluency. Now don't stop at understanding the rules. Master them, use them and own them. If you want the full transformation from confused to confident, from mistakes to mastery, then your next step is super simple. Hit the like button if this lesson cleared even one doubt, and subscribe as we are building a strongest English Academy in YouTube, and now you are a part of it. Remember, every video you watch takes you one step closer to speaking the English you dream about. So don't stop here. Let's continue this journey together and let's make your English unstoppable.